അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭനിലേക്കാണ്. നേരത്തെ പോലീസിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ വലിയൊരു വീഴ്ച നമ്മൾ കൊച്ചിയിൽ കണ്ടു. പ്രവീൺ നെട്ടാരു വധക്കേസിലെ 2 പ്രതികളെ കൊച്ചി പള്ളുരുത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ കർണാടക പോലീസ്, അവിടെ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കൂടി കൊടും ക്രിമിനലുകൾ, കൊടും ഭീകരരായ 2 പേർ, അവർക്ക് തലയ്ക്ക് വില പറഞ്ഞ 2 കൊടും ഭീകരരെയാണ് കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അബ്ദുൽ നസീർ, ഉമ്മർ ഫാറൂഖ് എന്നീ 2 പേരെ. അവർ ഈ കൊലയാളി സംഘത്തിലെ ആളുകൾ തന്നെയാണ്. അവർക്ക് ഈ സംരക്ഷണ കവചമൊരുക്കിയത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്ര കാലം ഇവർ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് നടന്നു. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് ഇത് മനസ്സിലായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഉൾപ്പെടെ ഇവരെ തിരിച്ചറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണോ എന്നതും സംശയകരമാണ്. അപ്പോൾ ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് 4 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണ്, കേരളത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനം ഇപ്പോഴും വളരെ പ്രകടമായി നിൽക്കുന്നത്. അല്ല, അതില് ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ഈ പാറ പൊട്ടിക്കാൻ, കോറികളിൽ പാറ പൊട്ടിക്കാൻ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ, പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല. ഹൈഡ്രോളിക് സ്പ്ലിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചിട്ടുള്ള പാറ പൊട്ടിക്കൽ കോറികളിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേതിൽ നിന്നും ഒക്കെ എത്രയോ കുറഞ്ഞ്, വളരെ കുറഞ്ഞ് നാമമാത്രമായ രീതിയിൽ മാത്രമാണ് ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഈ റോക്ക് ബേസ്റ്റിംഗ് നടക്കുന്നത്. അതിനൊരു കാരണം ഈ പരിസരവാസികളുടെ ഭാഗത്ത് പരാതി ഉണ്ടാവും. കാരണം ഈ സ്പ്ലിന്റേഴ്സ് തെറിച്ചു പോകും. 2 ഈ അപകടം പറ്റുന്ന തൊഴിലാളികളുടെ സംബന്ധിച്ചുള്ള നഷ്ടപരിഹാരം, കാരണം ഈ കോർ ഇൻഷുർ ചെയ്യുന്ന കമ്പനികൾ പലരും സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ബേസ്റ്റിങ്ങിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. അങ്ങനത്തെ കുറെ സാങ്കേതിക പ്രശ്നങ്ങളും. ഹൈഡ്രോളിക് സ്പ്ലിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ റോക്ക് ബേസ്റ്റിംഗ്, പാറ പൊട്ടിക്കൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്രയും അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ പാറ പൊട്ടിക്കാനാണ്, കോറി ആവശ്യത്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അതൊന്ന്. രണ്ടാമത്തെ പ്രശ്നം സ്ലീപ്പർ സെല്ലാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ ഇത്ര സജീവമായി നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയാണ്. ഇപ്പൊ ഇന്നലെ രാജ്യസഭയുടെ നേതാവ് JP നഡ്ഡ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. അത് സുധാൻഷു ത്രിവേദി പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. അതായത് കോയമ്പത്തൂർ ബോംബ് കേസിൽ പ്രതിയായിരുന്ന അബ്ദുൾ നാസർ മദിയെ തുറന്നു വിടണം, ജാമ്യം കൊടുക്കണമെന്ന് പ്രമേയം പാസാക്കിയ കേരളത്തിലെ നിയമസഭയാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ എവിടെ ഇത് നടന്നിട്ടില്ല. ഇന്ത്യയിൽ എവിടെയും ഒരു തീവ്രവാദിക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം പാസ്സാക്കിയില്ല. മറ്റു പല പ്രമേയങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട് നിയമസഭ കഴിഞ്ഞ ദിവസം ഈ ഡീലിമിറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതും അവർ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രമാണ് തീവ്രവാദ കേസിൽ, ബോംബ് സ്ഫോടന കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ തുറന്നു വിടണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയത്. എന്തായി? പുറത്തു വന്ന മാതിനി വീണ്ടും ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസ് പ്രതി. അപ്പൊ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മൗനമായ ഒരു പിന്തുണയാണ് കേരളത്തിലെ ഇത്രയും വലിയ തോതിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവാൻ കാരണം. ഇപ്പൊ മലപ്പുറം ജില്ലയൊന്നല്ല, മലപ്പുറം ജില്ല എന്നല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാഗമൺ സിമി ക്യാമ്പ് നടന്നത് മലപ്പുറം ജില്ലയിലാണോ? കൂത്തുപറമ്പിലെ ആയുധ പരിശീലനം മലപ്പുറം ജില്ലയിലാണോ? ഇപ്പൊ ഇതൊന്നും മലപ്പുറം ജില്ല അല്ല. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ആയിട്ട് ബന്ധിപ്പിച്ച് ഇനി അതിനെ ഒരു വൈകാരിക വിഷയമാക്കട്ട. ഇവിടെ കേരളത്തിൽ പല ഭാഗത്തും സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇപ്പൊ IS റിക്രൂട്ട്മെന്റ് എവിടെയാ നടന്നത്? കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ല, തൃക്കരിപ്പൂർ എന്നൊരു ഫാമിലിയെ കാണുന്നില്ല, അറിയോ? ഒരു ഫാമിലി മിസ്സിംഗ് ആണ് തൃക്കരിപ്പൂർ. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരുടെ വയസ്സായ അച്ഛനും അമ്മയും തോരാത്ത കണ്ണീരുമായി അവിടെ ജീവിക്കുകയാണ്. കാരണം എവിടെ പോയി എന്നറിയില്ല, ജീവനോടുണ്ടോന്ന് അറിയില്ല, മരിച്ചോന്ന് അറിയില്ല. ഇവര് ദുബായിലേക്ക് പോയതാണ്. ദുബായിൽ ഇവര് ഇറാഖ് വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്നാണ് കേട്ടത്.
അപ്പം IS റിക്രൂട്ട്മെന്റ് നടന്നത് മലപ്പുറം ജില്ലയിലല്ല. അപ്പൊ ഈ ഈ, എന്താ പറയാ, തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിയും അവരുടെ കുട്ടിയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിലിലാണ്. അവരുടെ ഭർത്താവ് അഫ്ഗാനിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടു. പാലക്കാട് നിന്ന് പോയ ആളെ ആ കുടുംബത്തെ പറ്റി ഒരു വിവരമില്ല. അപ്പം ഇതൊന്നും മലപ്പുറം ജില്ലയിലല്ല, ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. IS റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. ഇനി വേറൊന്ന്, കാശ്മീരിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേര് മരിച്ചു. മലപ്പുറം ജില്ലക്കാരല്ലല്ലോ, കണ്ണൂർ ജില്ലക്കാരല്ലേ. അപ്പൊ ഇത് മലപ്പുറം ജില്ലയുടെ വിഷയമല്ല. അപ്പൊ ഇത് കേരളത്തിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലെ പ്രവർത്തനം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാരണം ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു എന്താ പറയാ മൗനാനുവാദമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. അതിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഇത് കുഴപ്പമാണ്. ഇപ്പൊ ഇസ്രത് ജഹാൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇസ്രത് ജഹാൻ മാലാഖയ എന്ന് പറഞ്ഞ് കവിത എഴുതിയ കവിയത്രിമാരും അത് പ്രസിദ്ധീകരിച്ച മാസികകളും മുഖ്യധാരാ മാസികകളും ഉള്ള നാടാണ് കേരളം. ഇതൊക്കെ ഇവിടെ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ്, ഇതിനെന്തോ ഒരു വലിയ സംഭവമാക്കി കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ ഇതൊക്കെ കേരളത്തിൽ ഒരു ഫാഷനായി. ഇതൊരു ഫാഷനാണ്. അപ്പോ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതിന് ഈ വക കാര്യങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇതൊരു എന്താ പറയാ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനമായി മാറും. അപ്പൊ അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ അവർ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പറയാനുള്ളത്.